ഇന്ന് ഇഡലിക്കും ദോശയ്ക്കൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രാഹ്മിൺസ് നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ്, അതായത് ചട്നി പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നെടുത്ത് അതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യുക, ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് എടുക്കാം. അതും ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കളർ ചേഞ്ച് ആയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അത് കളർ ചേഞ്ച് ആവുമെന്ന് വേണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് മാറ്റാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൂങ് ദാൽ ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു ചെറിയ കളർ ചേഞ്ച് ആവാം. 2 ടേബിൾ സ്പൂണ് കറുത്ത എള്ളും 2 ടേബിൾ സ്പൂണ് വെളുത്ത എള്ളും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു പൊട്ടൽ വരുന്ന ആ ഒരു പാകം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് മാറ്റിയതിന് ശേഷം നമുക്ക് 2 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കറിവേപ്പില റോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കിളി പോലത്തെ സൗണ്ട് വരും, അതുവരെ റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 18 മുളക് ചേർക്കുന്നുണ്ട്. അതിൽ 7 കാശ്മീരി മുളകും ബാക്കി നമ്മുടെ സാധാ വറ്റൽ മുളകാണ് ചേർക്കണേ. അത് നമ്മൾ അതിൻ്റെ ഞെട്ടൊന്നും കളയരുത്. ഒരു 1/2 ടേബിൾ സ്പൂണ് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വറുത്ത് വെച്ചെല്ലാം തണുത്തിട്ടുണ്ട് നന്നായിട്ട്. ആദ്യം നമുക്ക് മുളകാണ് പൊടിച്ചെടുക്കേണ്ടത്. സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ഈ മുളകും ഈ ഉപ്പും കൂടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തോളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പൗഡർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അത്രയും നല്ലത്. അതല്ല ഒരു ഇച്ചിരി തരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നമുക്ക് കുറച്ച് നെയ്യ് ഉരുക്കിയതൊക്കെ വെച്ച് ചാലിച്ച് കഴിക്കാം.